നമസ്കാരം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹംഗറിയൻ ഭൂമിയിൽ പ്രവേശിച്ചാൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമെന്ന് ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട പീറ്റർ മഹിയർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അധികാരമാറ്റം എങ്ങനെ ആഗോള നയതന്ത്ര ചർച്ചയായി മാറുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം. ഇത് വെറുമൊരു പ്രസ്താവന മാത്രമല്ല, യൂറോപ്പിലെ രാഷ്ട്രീയ പുനർക്രമീകരണവും അന്താരാഷ്ട്ര ക്രിമിനൽ നീതിയുടെ ഭാവിയും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു നിർണായക നിമിഷം. ഈ പ്രസ്താവനയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഹംഗറിയുടെ സമീപകാല രാഷ്ട്രീയ പശ്ചാത്തലം അറിയേണ്ടതുണ്ട്. മുൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ വർഷങ്ങളായി യൂറോപ്യൻ യൂണിയന്റെ മുഖ്യധാര നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ ദേശീയവാദ രാഷ്ട്രീയമാണ് പിന്തുടരുന്നത്. അദ്ദേഹം പലപ്പോഴും ബ്രസൽസിനെയും യൂറോപ്യൻ സ്ഥാപനങ്ങളെ വിമർശിക്കുകയും റഷ്യയോടും ഇസ്രയേലിനോടും കൂടുതൽ അടുപ്പം പുലർത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രാഷ്ട്രീയമായി പക്ഷപാതപരമായ സ്ഥാപനം ആണ് എന്ന് ആരോപിച്ച് ഹംഗറി അതിൽ നിന്നും പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ പുതിയ നേതൃത്വത്തിന്റെ വരവോടെ അതേ നയത്തിൽ പൂർണ്ണമായ തിരിച്ചുമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. പീറ്റർ മഗ്യാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഹംഗറി ICCയിൽ നിന്നും പിന്മാറുന്ന നടപടിക്രമം നിർത്തിവെക്കുമെന്നും അംഗത്വം തുടരും എന്നാണ്. ഇതോടെ ഒരു അടിസ്ഥാന നിയമസത്യം വീണ്ടും പ്രസക്തമായി.